ഈ മീറ്റ് ദ പ്രസ്സിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അവസരം കിട്ടുമ്പോൾ പരമാവധി നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന ആഗ്രഹമുള്ള ഒരാളാണ്. ഇപ്പൊ തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തലശ്ശേരിയിലെ മീറ്റ് ദ പ്രസ് ഞാൻ ഇവിടുത്തെ പല സിവിൽ സൊസൈറ്റിയിലെ പല ആളുകളുമായിട്ട് പലതരത്തിലുള്ള കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. അപ്പൊ അവരെല്ലാവരും എന്നെ റിമൈൻഡ് ചെയ്യുന്ന ഒരു സാധനം, തലശ്ശേരിക്ക് ഭയങ്കര ട്രഡീഷണൽ പാരമ്പര്യം, ഒരു റിച്ച് ലെഗസി അവകാശപ്പെടാൻ കഴിയാവുന്ന ഒരു സ്ഥലമാണ് തലശ്ശേരി. പഴയ കാലത്തെ പ്രതാപം തലശ്ശേരിയെ പിന്നെ ഈ മേഖലയിൽ തന്നെ ഏറ്റവും ഉന്നതമായി പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് അതിനെ മാച്ച് ചെയ്യാവുന്ന സംവിധാനങ്ങളിലേക്ക് ഇപ്പോൾ എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വെല്ലുവിളി. ചില പഠനങ്ങൾ ഇപ്പം നടത്തിയതിൽ വളരാൻ സാധ്യതയുള്ള കേരളത്തിലെ 5 മികച്ച നഗരങ്ങളിൽ ഒന്നായി തലശ്ശേരിയെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതിന്റെ വിശദാംശങ്ങൾ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ സംസാരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ, ഇപ്പൊ കോർപ്പറേഷൻ എന്ന ഡിമാൻഡ് വളരെ സീരിയസ് ആയിട്ട് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അതിലൊരു ഫൈനൽ കോൾ എടുക്കേണ്ടത്. പക്ഷെ ഇവിടുത്തെ ഒരു ജനപ്രതിനിധി ആവുകയാണെങ്കിൽ ആ കാര്യത്തെ വോയിസ് ചെയ്യാൻ അത് പിന്നെ ശ്രദ്ധിക്കേണ്ടവരുടെ പക്കലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് പിന്നെ മറ്റേതല്ലല്ലോ അല്ല വോയിസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു സാധനമായിട്ട് എല്ലാവരും ചൂണ്ടിക്കാണിച്ചത് തലശ്ശേരി മൈസൂർ റെയിൽപാതയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് വന്നാൽ അത് തലശ്ശേരിയുടെ മുഖച്ഛായയും തലശ്ശേരിയുടെ മേലുള്ള ഡിപ്പെൻഡൻസിയും ടൂറിസം ഉൾപ്പെടെയുള്ള ഒരുപാട് സാധ്യതകളെ തുറന്നു കാണിക്കുന്ന ഒന്നാണ്. അപ്പൊ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെ അതിന് ഫോളോ അപ്പ് ചെയ്യാം. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. എങ്ങനെ അതിന് കണ്ടിന്യൂസ് ഇപ്പൊ കർണാടകയിലെ സർക്കാർ മാറ്റം ഉൾപ്പെടെ ആ കാര്യത്തിൽ നമ്മളെ സഹായിക്കാവുന്ന ഒരു ഘടകമാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽ പഠിച്ചുകൊണ്ടിരിക്കുക. സ്പോർട്സിന്റെ സാധ്യതകൾ, ഇവിടുത്തെ ക്രിക്കറ്റും പിന്നെ സായ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, അതിനെ ലെഗസി മാത്രം നമുക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റിയ ഒന്നല്ല, അതിനെ ഫ്യൂച്ചറുമായിട്ട് കണക്ട് ചെയ്യണം. ഇപ്പൊ ഇൻ ഷോർട്ട് എന്താണ് ചെയ്യാൻ ആഗ്രഹം എന്ന് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നുന്ന ഒരു ഉത്തരം, ഇവിടുത്തെ ലെഗസിയും ഇവിടുത്തെ ഭാവിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാലമായി ഒരു ടേം മാറണം, ഒരു MP ടേം മാറണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. RCC വിസിറ്റ് ഇപ്പോഴും ഒരു അനിവാര്യതയായിട്ട് കൊണ്ടു നടക്കുന്ന കുറെ, ഞങ്ങളുടെ പാലക്കാട് നിന്നൊക്കെ ഇപ്പോഴും ആളുകൾ അമൃത എക്സ്പ്രസിനെ പിന്നെ RCC എക്സ്പ്രസ് എന്ന് വിളിക്കുന്ന ആളുകൾ അത്രത്തോളം അങ്ങോട്ട് പോകേണ്ടി വരുന്ന അവസ്ഥ. അപ്പൊ പിന്നെ അത്രത്തോളം ആവശ്യകതയുണ്ട്. അപ്പം 2-3 മണിക്കൂർ കൊണ്ട് പാലക്കാട് നിന്ന് ഇവിടെ എത്താം. അപ്പോൾ RCCക്ക് സമാനമായ രീതിയിൽ ശക്തിപ്പെടുത്താൻ 2 ഗവൺമെന്റുകളും കൂടെ തീരുമാനിച്ചാൽ ശക്തിപ്പെടുത്താൻ കഴിയാവുന്ന വലിയ സാധ്യതയുള്ള അനിവാര്യമായിട്ടുള്ള ഒരു ചികിത്സാ കേന്ദ്രമാണ്. ഇവിടുത്തെ തീരദേശവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ ഹാർബറിലും മാർക്കറ്റിലൊക്കെ പോയിരുന്നു. കടലെടുക്കുന്നതിന്റെ വേദന തൊട്ട് ആ മാർക്കറ്റിലും തീരദേശത്തെ ആളുകളുടെ ഒരു പിടി പ്രയാസങ്ങൾ അവരിങ്ങനെ പറയുന്നുണ്ട്. അപ്പം ജനപ്രതിനിധികൾ ഓരോന്നും ഇടപെടൽ നടത്തി അവരെ കൊണ്ടാവുന്ന വിധത്തിൽ ഓരോ പരിഹാര മാർഗങ്ങൾ അതാത് കാലങ്ങളിൽ ചെയ്തതിന്റെ ഡീറ്റെയിൽസും എൻ്റെ പക്കൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ എഫക്റ്റീവായിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യം. ഇവിടുത്തെ പ്രവാസികളുടെ യാത്രാ പ്രശ്നം ഉൾപ്പെടെയുള്ളത്, ഇപ്പം ഞാനിപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് എടുത്ത് വരാൻ വേണ്ടി നേരിട്ട് പോയി അഭ്യർത്ഥിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ അവര് കുടുംബമൊക്കെ വരുമ്പോൾ ടിക്കറ്റിന്റെ ഫെയറും റേറ്റും അയച്ചു തന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വരണ്ടാന്ന് പറയാനാണ് നമുക്ക് തന്നെ തോന്നുന്നത്. ഇതിന്റെ ഇരട്ടി ദൂരം സഞ്ചരിക്കുന്ന സെക്ടറിലേക്കുള്ള പിന്നെ പൈസയും കാര്യങ്ങളും ഇതൊന്നും. അതുപോലെ തന്നെ ഇവിടുത്തെ ക്ഷേത്രങ്ങൾ, ശ്രീരാമസ്വാമി ക്ഷേത്രം, മറ്റേ തിരുവങ്ങാടിലെ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം, ഞാൻ അവിടെ പിന്നെ തിരുവങ്ങാട് അതിന്റെ അടുത്തൊരു പരിപാടിക്ക് ഞാൻ പോയിരുന്നു. ജഗന്നാഥ ക്ഷേത്രം ഞാൻ സന്ദർശിച്ചിരുന്നു. മുരളിയേട്ടനുമായിട്ട് സംസാരിച്ചപ്പോൾ പ്രസാദ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മറ്റേ അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയതിന്റെ ഡീറ്റെയിൽസ് വന്നു. മായിപ്പാലത്ത് പരിപാടി ഉദ്ഘാടനത്തിന് വേണ്ടി പോയപ്പോൾ അപ്പൊ അവിടെ കണ്ട കൺജഷൻ തന്നെ പുതിയ മായിപ്പാലം എത്രത്തോളം വലിയ അനിവാര്യതയെന്ന് നേരിട്ട് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. ഇവിടുത്തെ അമ്മയും കുഞ്ഞും ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാലങ്ങളായിട്ടുള്ള പ്രപ്പോസലും അതിന് ഇടം കണ്ടെത്തിയതും സ്ഥലം കണ്ടെത്തിയതിന്റെ പ്രപ്പോസലും, അപ്പോൾ ഒരു പിടി കാര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങളുമായിട്ട് പൊതുപ്രവർത്തകരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ഒരു ഫീഡ്ബാക്ക് പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പം 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.